നമസ്കാരം. ഞാൻ മോഹനൻ പിള്ള. ഈസി ഹിന്ദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 10ാം ക്ലാസ്സിലെ ആദ്യ പാഠഭാഗമായ ബീർ ബഹൂട്ടി എന്ന കഥയുടെ ആദ്യ ഭാഗമാണ്. തുടർന്നുള്ള ഭാഗം നമുക്ക് കേൾക്കാം. क्लास में दोनों पास पास बैठते थे. ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തടുത്തായിരുന്നു ഇരുന്നിരുന്നത്. കാപ്പിമേം കാം കർത്തേ തോ ദോനോം കാപ്പിമേം കാം കർത്തേ ഥേ. കോപ്പി എഴുതുകയായിരുന്നുവെങ്കിൽ, നോട്ട്ബുക്കിൽ എന്തെങ്കിലും എഴുതുകയായിരുന്നുവെങ്കിൽ ഇരുവരും അതുതന്നെ എഴുതുമായിരുന്നു. കിതാബ് പട്ടേ ധോ, പുസ്തകം വായിക്കുകയാണെങ്കിൽ ദോനോം കിതാബ് പട്ടേ, ഇരുവരും പുസ്തകം വായിക്കും. ബൽക്കി പാഠ് ഭി ഏക് ഹി പട്ടേ, മാത്രമല്ല പാഠവും ഒന്ന് തന്നെയായിരിക്കും പഠിക്കുന്നത്. സാഹിൽ ചമക്ക് ഉടി സൻ 57 തിളങ്ങിയിരുന്നു AD 57, അതായത് 1957. വഹ് തൽവാർ പുരാനി ഥി, ആ വാൾ പഴയതായിരുന്നു. പട്ടാത്തോ എന്ന് പഠിക്കുകയാണെങ്കിൽ ബേലാഫി, ബേലയും ചമക്ക് ഉടി സൻ 57 തിളങ്ങിയിരുന്നു AD 57. വഹ് തൽവാർ പുരാനി ഥി, ആ വാൾ പഴയതായിരുന്നു. പട്ടീധി എന്ന് പഠിക്കുമായിരുന്നു. ബേല കഹത്തി, ബേല ചോദിക്കുകയാണ്, ബഹൻജി പാനി പീനെ ചലി ജാവൂ, ടീച്ചർ വെള്ളം കുടിക്കാൻ പോകട്ടെ. സാഹിൽ ഫി കഹത്ത, സാഹിലും പറയും, ബഹൻജി പാനി പീനെ ചല ജാവൂ, വെള്ളം കുടിക്കാൻ പൊയ്ക്കോട്ടെ. ഗണിത് കെ മാറ്റ് സാബ് സുരേന്ദർ ജി കാ പീരീഡ് ഖേൽ ഖണ്ഡി കെ ബാദ് ആതാ ഥാ. ഗണിത് അധ്യാപകനായ സുരേന്ദർ ജിയുടെ പീരീഡ് കളിക്കുന്ന പീരീഡിന്, PT പീരീഡിന് ബാദ് ആതാ ഥാ, അതിന് ശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. ബാദ് ശേഷം, അതിൻ്റെ ഓപ്പോസിറ്റ് പഹലേ. ബച്ചേ ഉന്മേ കാമ്പത്തേ ഥേ, അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് വിറയിലായിരുന്നു. അവർ ഖേൽ ഖണ്ഡി ബന്ദ് ഹോനേസേ, അവർ PT പീരീഡ് അവസാനിക്കുന്നതിന് 2 മിനിറ്റ് പഹലേ ഹി, 2 മിനിറ്റ് മുന്നേ തന്നെ അപ്നി അപ്നി ജഗഹോം പേർ ആക്കർ, അവരവരുടെ സ്ഥലത്ത് വന്നിരുന്ന് ബൈറ്റ്സ് ജാത്തേ ഥേ, അവിടെ വന്ന് ഇരിക്കുമായിരുന്നു. സുരേന്ദർ ജി മാറ്റ് സാബ്, സുരേന്ദ്രൻ സാറ് ഇസി പീരീഡ് മേ, ഈ പീരീഡിൽ കാപ്പി ജാഞ്ചത്തേ ഥേ, അദ്ദേഹം നോട്ട്ബുക്ക് പരിശോധിക്കുമായിരുന്നു. സരാസി ഗൽത്തി പർ, ചെറിയ തെറ്റുണ്ടെങ്കിൽ പോലും ബച്ചോങ്കോ ഇധർ ഉധർ ഫേങ്ക് ദേത്തേ ഥേ, കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിക്കും, പിടിച്ച് വലിച്ചെറിയുമായിരുന്നു. യാ അതുമല്ലെങ്കിൽ ചാപട്ട് മാർനേ ലഗ്തേ ഥേ, അടിക്കുമായിരുന്നു. ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താ തോ, അദ്ദേഹത്തിൻ്റെ കൈകൾ ചലിക്കുന്നത് ആരംഭിച്ചാൽ, ചലനം ആരംഭിച്ചാൽ രുക്ന ഫൂൽ ജാത്താ ഥാ, അത് അവസാനിക്കാൻ മറന്നുപോകുമായിരുന്നു. ഫൂൽ ജാന മറക്കുക, ഓപ്പോസിറ്റ് യാദ് ഓർമ്മ. ഏക് ദിൻ സുരേന്ദർ ജി മാറ്റ് സാബിനെ ബേല കെ ബാലോം മേ പഞ്ചാ ഫസായ, ഒരു ദിവസം സുരേന്ദർ മാസ്റ്റർ ബേലയുടെ മുടിയിൽ പിടിച്ചു. പർ ഷായത് ജിസ് ഗൽത്തി കോ പാക്കർ വേ ഉസ്കെ ബാൽ പകട്കർ ഫേങ്കിനെ വാലേ ഥേ, എന്ത് തെറ്റ് കണ്ടുകൊണ്ടാണോ അവളെ പിടിച്ച് എറിഞ്ഞത്, വഹ് ഗൽത്തി ഥി ഹി നഹീം, അത് അവളുടെ തെറ്റും ആയിരുന്നില്ല. ഉനോനെ ബേല കോ ഛോഡ് ദിയ, അദ്ദേഹം ബേലയെ ഉപേക്ഷിച്ചു. കാരണം എന്താ, തെറ്റ് അദ്ദേഹത്തിന് മനസ്സിലായി, അവൾ തെറ്റുകാരിയല്ലെന്ന്. ബേലാക്കെ ഭയഭീത് ചെഹരെ കോ ദേഖ് കർ, ബേലയുടെ ഭയഭീതമായ മുഖം കണ്ടിട്ട് സാഹിൽ ബുരി തരഹ് ഡർ ഗയാ ഥാ, സാഹിൽ വളരെ ഭയന്നു. ഡർ നിഡർ, ഓപ്പോസിറ്റ്. ഉസ്നെ ദേഖാ കി ബേല കെ പാവ് അഭി അഭി ഭി കാംപ് രഹേ ഥേ, അവൻ കണ്ടു ബേലയുടെ കാലുകൾ വിറയ്ക്കുന്നു. ജയ്സെ വഹ് കടേ കടേ അഭി ഗിർ ജായേഗി, ഒരു പക്ഷേ
അവൾ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വീണു പോകുമോ എന്ന് പോലും അവൻ ഭയന്നു. സുരേന്ദർജി മാത്സാപ്നെ കാപ്പിക്കോ ഉസ്കെ ബൈഠ്നേക്കി ജഗഹ് പർ. സുരേന്ദർജി മാത്സാബ് അവളുടെ നോട്ട്ബുക്ക് ഉസ്കെ ബൈഠ്നേക്കി ജഗഹ് പർ, അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഫേങ്ക് തേഹുവെ കഹ, എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ബൈഠ് അപ്നി ജഗഹ് പർ, ഇരിക്കുപോയി നീ നിൻ്റെ സ്ഥലത്ത്. ബേല കാ മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയ. ബേലയുടെ മനസ്സിന് വളരെ വേദനയുണ്ടായി, അവളത് മടുത്തുപോയി. മാട്ട് സാബ് ചാഹെ മുझे പീഡ് ലേത്തെ മഗർ സാഹിൽ കെ സാമനെ നഹീം. മാട്ട് സാബ് ഒരു പക്ഷേ എന്നെ അടിക്കുകയാണെങ്കിൽ അതും സാഹിലിൻ്റെ മുന്നിൽ വെച്ച് ആകരുത്. പക്ഷേ സാഹിൽ കെ സാമനെ ഖുദ് കോ, സാഹിലിൻ്റെ മുന്നിൽ സ്വയം ശർമിത മഹസൂസ് കർ രഹി ഥി, അവൾക്ക് നാണക്കേടുണ്ടായി. ക്യോങ്കി പഹ് ജാൻതി ഥി കി, അവൾ മനസ്സിലാക്കിയിരുന്നു, പഹ് സാഹിൽ കി നസർമേം, അവൾ സാഹിലിൻ്റെ ദൃഷ്ടിയിൽ ബഹുത്ത് അച്ചി ഹേ, വളരെ നല്ലവളാണെന്ന്. ജബ് വഹ് ഉൻകെ പാസ് ആക്കർ ബൈട്ടി, അവളുടെ ആ സാഹിലിൻ്റെ അടുത്തിൽ ചെന്നിരുന്നപ്പോൾ ഉസ്സെ നസർ നഹീം മിലാപായി, അവനെ ഒന്ന് നോക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. ദീപാവലിക്ക് ചുട്ടിയോങ്കെ ബാദ് ജബ് സ്കൂൾ കുലാത്തോ, ദീപാവലി അവധി കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പോൾ ബേലാക്കി സിർപ്പർ സഫേദ് പട്ടി ബാന്തി ഥി, ബേലായുടെ തലയിൽ ഒരു വെള്ള ബാൻഡേജ് ഉണ്ടായിരുന്നു. കൊയ്യുസെ, പലരും അവളെ ഹോയേ ഹോയ് ഹോയേ സഫേദ് പട്ടി, കൂയ് കൂയ്, വെള്ള ബാൻഡേജ് ഉള്ളവളെ, കഹ് രഹാഥ, അങ്ങനെ വിളിച്ചു. തോ കൊയ്, എന്നാൽ മറ്റു ചിലർ സുൽത്താന ടാക്കു, കൊള്ളക്കാരി രാജ്ഞി. തോ കൊയ് കുച്ച് ഓർ കഹ് കർ ചിടാ രഹാഥ, എന്നാൽ മറ്റു ചിലർ അവളെ മറ്റ് പലതും പറഞ്ഞ് ചിടാ രഹാഥ, ദേഷ്യം പിടിപ്പിച്ചിരുന്നു. ഏ ക്യാ ഹോ ഗയാ ബേല, ഇതെന്ത് സംഭവിച്ചു ബേല? സാഹിലിനെ പരേശാൻ ഹോത്തേ ഹുയെ പൂച്ച, വളരെ പരിഭ്രമത്തോടുകൂടി സാഹിൽ ചോദിച്ചു. ഛത്ത് സേ ഗിർ ഗയി, മേൽക്കൂരയിൽ നിന്നൊന്ന് വീണു, ടെറസിൽ നിന്ന് ഒന്ന് വീണു. ബേലാനെ ഹസ്തേ ഹുയെ കഹ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവർ കഹ, എന്നിട്ട് പറഞ്ഞു, ബഹുത്ത് ദിൻ ഹോ ഗയേ, കുറേ ദിവസമായി. ആജ് ഖേൽക്കണ്ടിമേ ഗാന്ധി ചൗക്കുമേ ലങ്കടി ഠാങ്ക് കേലെങ്കെ, ഇന്ന് നമുക്ക് PT പീരീഡിൽ ഗാന്ധി ചൗക്കുമേ, ഗാന്ധി സ്ക്വയറിൽ പോയി ഞൊണ്ടിക്കാൽ കളി കളിക്കണം, ഒരുതരം പ്രത്യേകം കളിയാണ്. നഹീം കേലെങ്കെ, വേണ്ട വേണ്ട കളിക്കണ്ട. തേരെ സിർപ്പ് ഫിർസേ ലഗ് ജായകി, എനിക്കൊരു പക്ഷേ നിൻ്റെ തല വേദനിച്ചേക്കും. ഓ നഹീം ലഗകി, ഇല്ലില്ല എനിക്ക് വേദനിക്കൊന്നുമില്ല. ബേലാനെ ജിദ്ക്കി, ബേല വാശി പിടിച്ചു. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी खंड खेल खंडी लंगड़ी ठांग खेले. और वे हमेशा की तरह, അവൾ എപ്പോഴും പോലെ സാരേ ബച്ചോങ്കെ സാത്ത്, മറ്റു കുട്ടികളോടൊപ്പം ഗാന്ധി ചൗക്ക് കി ബാലുമേയും, ബാലു എന്താണ് ഗാന്ധി ചൗക്കിലെ, ഗാന്ധി സ്ക്വയറിലെ മണലിൽ പുരി കേൽക്കണ്ടി, ആ ഖേൽ പീരീഡ് മുഴുവനും, ആ PT പീരീഡ് മുഴുവനും ലങ്കടി ടാങ്ക് കേലെ, ഞൊണ്ടിക്കാൽ കളി കളിച്ചു. ഇൻ ബച്ചോങ്കോ അപ്പനെ ചാരോ ഓർ കേൽത്തേ ദേക്ക് കറി, കുട്ടികളെ തൻ്റെ ചുറ്റും കളിക്കുന്നത് കണ്ട് ഗാന്ധിജിക്ക് മൂർത്തി, ഗാന്ധി പ്രതിമ ഐസി ദിഖായി പട്ടി, ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിച്ചിരിക്കണം, ഇങ്ങനെ കണ്ടിരുന്നിരിക്കണം. ജൈസേ ഔർ സമയസേ, കൂടുതൽ സമയം കുറേ സമയത്തേക്ക്, കുച്ച് അധികം മുസ്കരാരിഹി ഹോ, ഒരുപക്ഷെ ആ ഗാന്ധി പ്രതിമ കുട്ടികളിങ്ങനെ തൻ്റെ ചുറ്റും കളിക്കുന്നത് കണ്ടപ്പോൾ കുറേ അധികം സമയം ചിരിച്ചിട്ടുണ്ടാകും. കാരണം ഗാന്ധിജിക്ക് കുട്ടികളെ വളരെ ഇഷ്ടമാണ്, കുട്ടികളെ കാണുമ്പോൾ തന്നെ സന്തോഷിക്കുന്ന ആളായിരുന്നു മഹാത്മാഗാന്ധി. ഈ പ്രതിമയ്ക്ക് ആ സന്തോഷമുണ്ട്, പക്ഷേ കുട്ടികൾ തൻ്റെ അടുത്ത് വന്ന് കളിച്ചപ്പോൾ വളരെ അധികം സന്തോഷമുണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത്. രവിവാർ കാ ദിൻ ഥാ, ഞായറാഴ്ചയായിരുന്നു. സാഹിൽ അപ്നെ ഘർ മേം നീം കെ പേട് കി ഡാലി പകഡ്കർ ചൂം രഹാ ഥാ, സാഹിൽ തൻ്റെ വീട്ടിൽ ഉള്ള വേപ്പ് മരത്തിൻ്റെ ഡാലി പകഡ്കർ, കൊമ്പിൽ പിടിച്ച് ചൂം രഹാ ഥാ, ആടുകയായിരുന്നു. വകയേക്ക് സ്റ്റൂൾ പേർ ചടുക്കർ, ഒരു സ്റ്റൂളിൽ കയറി ചുൽത്താ ഥാ, ആടി. അച്ചാനക്ക് ടോട്ടെ സ്റ്റൂൾ കിയേക്ക് കീൽ, ആ പൊട്ടിയ യാദൃശ്ചികമായി ആ പൊട്ടിയ സ്റ്റൂളിൻ്റെ ഒരു ആണി സാഹിൽ കി പിൻഡ്ലിമേം, സാഹിലിൻ്റെ കാൽമുട്ടിന് പിറകിലായി അല്ലെങ്കിൽ
കണങ്കാലിൽ ലഗുകയി തറച്ചു. 1 ഇഞ്ച് ഗഹര, 1 ഇഞ്ച് ആഴത്തിൽ ഗഡ്ഡ ഹോഗയാ, കുഴി ഉണ്ടായി. ഉസേ സർക്കാരി अस्पताल में പട്ടി ബന്ധുവാനെ കെ ലിയെ ലേ ജായ ഗയ. സർക്കാർ ആശുപത്രിയിൽ പട്ടി ബന്ധുവാനെ കെ ലിയെ തൻ്റെ മുറിവ് വെച്ച് കിട്ടുന്നതിന്, ബാൻഡേജ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുപോയി. ഉസ്നെ ദേഖാ കി 2 ലോഗോം കോ ചോടുകർ, അവൻ കണ്ടു 2 ആളുകൾ കഴിഞ്ഞാൽ ആകെ ബേല കടി ഹെ, മുന്നിൽ നിൽക്കുന്നു ബേല. സിർമേം പട്ടി ബന്ധുവാനെ ആയി, തലയിൽ മുറിവ് കിട്ടുന്നതിന് വന്നതാണ്. സ്കൂൾ ആത്തെ ജാത്തെ ഹുയെ ഔർ കക്ഷാമേം കയി ദിനവും തക്ക്. സ്കൂൾ ആത്തെ ജാത്തെ ഹുയെ, സ്കൂളിൽ വരുമ്പോഴും പോകുമ്പോഴും, അവർ കക്ഷാമേം കയി ദിനവും തക്ക്, ക്ലാസ്സിൽ കുറേ ദിവസത്തേക്കും, ഐസേ ദോ ഐസേ ബച്ചേ ദിക്കായി ദേത്തെ, അങ്ങനെയുള്ള 2 കുട്ടികളെ കാണാമായിരുന്നു. എങ്ങനെയാണ്? जिनमें से एक के सिर पर पट्टी बंदी होती. എന്താണ് ജിൻമേം സേ? അവരിൽ ഒരാൾക്ക്, ഏക് കെ സിർ പർ, ഒരാളുടെ തലയിലും, പട്ടി ബാന്തി ഹോത്തി ഔർ ഏക് കി പിണ്ഡ്ലി മേം, ഒരാളുടെ കണങ്കാലിലും ബാൻഡേജ് ഉണ്ടായിരുന്നു. ഒരാളുടെ തലയിലും ബാൻഡേജ് ഉണ്ടായിരുന്നു, മറ്റൊരാളുടെ പിൻകാലിലും കാൽമുട്ടിന് താഴ്വശത്തും ബാൻഡേജ് ഉണ്ടായിരുന്നു. സഫേദ് പട്ടി വാലെ യേ ദോനോം കഹീം ബർഫി സാത്ത് ഹി ദിഖായി ദേത്തെ. വെള്ള ബാൻഡേജുള്ള 2 പേരും എവിടെയും ഒരുമിച്ചായിരുന്നു കാണപ്പെട്ടിരുന്നത്. ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഈ ഭാഗത്തിലുള്ള ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പരിശോധിക്കാം. ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസിനെ നസർ നഹി മിലാ പായി ക്യോ. അവൾ അവൻ്റെ അടുക്കൽ ചെന്നിരുന്നപ്പോൾ അവനെ നോക്കിയില്ല, എന്തുകൊണ്ട്? കക്ഷാമേ ഗണിത കെ അധ്യാപക സുരേന്ദർജിനെ, ക്ലാസ്സിൽ ഗണിതാധ്യാപകനായ സുരേന്ദർജി ബേല കെ ബാൽ പകടുക്കർ, ബേലായുടെ മുടി പിടിച്ച് ഉസ്കോ ദണ്ഡ് ദേനാ ചാഹ, അവളെ ശിക്ഷിക്കാൻ തുടങ്ങി. ലേക്കിൻ അധ്യാപകക്കോ മാലൂം ഹുവാ കി ബേലാനെ കോയി ഗൽത്തി നഹി കി. എന്നാൽ അധ്യാപകൻ അറിയാമായിരുന്നു ബേല ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. തോ ഉനോനെ, അതുകൊണ്ട് അദ്ദേഹം ബേലാക്കോ ചോട് ദിയ, അവളെ വിട്ടു. ബേല സാഹിൽ കോ ബഹുത്ത് പസന്ത് കർത്തി തീ, സാഹിലിനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. മാത് സാബ് കാ വ്യവഹാർ സാഹിൽ കി ഉപസ്ഥിതി മേ ഥേ. ഈ മാഷിൻ്റെ പെരുമാറ്റം സാഹിലിൻ്റെ മുന്നിൽ വെച്ചായിരുന്നു. സാഹിൽ കെ സാമിനെ ലജ്ജിത് ഹോന വക നഹീം ചാഹത്തി തീ, സാഹിലിൻ്റെ മുന്നിൽ ലജ്ജിതയാകാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. ഇസ്സേ ബേലാക്കോ ബഹുത്ത് ദുഃഖുക, അതുകൊണ്ട് ബേലയ്ക്ക് വളരെ ദുഃഖമുണ്ടായി. ഇസിലിയെ ബേല സാഹിൽ കെ പാസാക്കർ ബൈഠി ഉസ്സേ നസർ നഹി മിലാപ്പായി, അവൻ്റെ അടുത്ത് ചെന്നിരുന്നെങ്കിലും അവനെ നോക്കിയില്ല. ഇനി അടുത്ത ചോദ്യം. ജിൻ ബച്ചോങ്കോ അപ്നെ ചാരോ ഓർ ഖേൽത്തേ ദേഖുകർ, ഈ കുട്ടികളെ തൻ്റെ ചുറ്റിലും കളിക്കുന്നത് കണ്ടപ്പോൾ ഗാന്ധിജിക്ക് മൂർത്തി ഐസി ദിഖായി പട്ടി, ഗാന്ധിജി പ്രതിമ ഒരുപക്ഷെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാകും. ജൈസെ ഓർ സമയസെ, മറ്റ് സമയത്തേക്കാൾ, കുച്ച് അധികം മുസ്കുര രഹിഹോ, കൂടുതൽ ചിരിച്ചിട്ടുണ്ടാകും. ഇസ്കാ മത്ലബ് ക്യാ ഹെ, ഇതിൻ്റെ അർത്ഥം എന്താണ്? സിർപ്പർ പട്ടി ഹോനെ പർ ഭി, തലയിൽ ബാൻഡേജ് ഉണ്ടായിട്ടും ബേല ഖേൽ ഖണ്ഡിമേയും സാഹിൽ और अन्य सहपाठियों के साथ गांधी चौक के बालू में खेलने गई. അവൾ ഈ PT പീരീഡിൽ സാഹിലിനോടും മറ്റു കൂട്ടുകാരോടുമൊപ്പം ഗാന്ധി സ്ക്വയറിൽ ആ മണലിൽ കളിക്കാൻ പോയി. വേ വഹാം ഗാന്ധിജി കി മൂർത്തി കി ചാരോ ഓർ ഖേൽ രഹേ ഥേ, അവർ ഗാന്ധി പ്രതിമയുടെ ചുറ്റും നിന്ന് കളിച്ചു. ഖേൽ കെ മൈതാൻ മേ, കളി സ്ഥലത്ത് ബച്ചെ ബിൽക്കുൽ സ്വതന്ത്ര ഹെ, കുട്ടികൾ തികച്ചും സ്വതന്ത്രരാണ്. ഗാന്ധിജി സ്വതന്ത്രപ്രേമി ഓർ ബച്ചോങ്കോ പ്യാർ കർണേ വാലെ വ്യക്തി ഥേ, ഗാന്ധിജി ഒരു സ്വതന്ത്രപ്രേമിയും അതുപോലെ തന്നെ കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുമാണ്. ഇസിലിയെ, അതുകൊണ്ട് ലേഖകുക്കോ ഐസ ലഗ്താ ഹെ, ലേഖകന്
ഇതുപോലെ തോന്നിയിരിക്കാം कि खुशी के साथ खेलते बच्चों को देखकर സന്തോഷത്തോടെ കളിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ खुद गांधी की मूर्ति भी बहुत समय से मुस्कुरा रही हो, കൂടുതൽ സമയം ഈ കുട്ടികളെ കണ്ടപ്പോൾ ചിരിച്ചിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് അടുത്തത് ഈ ഭാഗത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒരു ഡയറിയാണ്. അതായത് മാത് സാബ് കെ ബുരേ വ്യവഹാർ സെ ബേല ദുഃഖി ഹെ. മാത് സാബിൻ്റെ ആ മോശമായ പെരുമാറ്റം കൊണ്ട് അവൾക്ക് വളരെ ദുഃഖമുണ്ടായി. ബേല അപ്നെ വിചാരോं को ഡയറി में लिखती है. ബേല തൻ്റെ കാര്യങ്ങളെല്ലാം അന്നത്തെ ഡയറിയിൽ എഴുതുകയാണ്. ബേല ഉസ് ദിൻ കി ഡയറി ലിഖി, ബേലാക്കി ഉസ് ദിൻ കി ഡയറി ലിഖി. ബേലയുടെ അന്നത്തെ ഡയറി എഴുതാം. അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ പ്രധാനമായും അറിയേണ്ട ഒരു കാര്യം, ഡയറി എന്ന് പറയുന്നത് ഡെയിലി ഇമ്പോർട്ടൻ്റ് അരിയേഴ്സ് റിമെമ്പറിങ് ഫോർ ഇയേഴ്സ് എന്നാണ്. ഓരോ ദിവസവുമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ വർഷങ്ങൾക്ക് ശേഷം അറിയുന്നതിന് വേണ്ടി എഴുതുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായും ഉണ്ടാകേണ്ടത് ഇടതുവശത്തായിട്ട് തീയതി ഉണ്ടായിരിക്കണം, താരീഖ്. അതുപോലെ തന്നെ ദിവസവും എഴുതുന്നത് നല്ലതാണ്, ദിവസത്തിൻ്റെ പേര് എഴുതുന്നത് നല്ലതാണ്. എന്നാൽ സാധാരണയായി സ്ഥലം നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ എഴുതാറില്ല. എന്നാൽ വലിയ വലിയ വ്യക്തികളൊക്കെ എന്നും ഒരു വീട്ടിലിരുന്നോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിരുന്നോ അല്ല ഡയറി എഴുതുന്നത്. അതുകൊണ്ട് അങ്ങനെ സ്ഥലം എഴുതുന്നതിൽ തെറ്റില്ല. പക്ഷേ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മളങ്ങനെ എഴുതി കാണാറില്ല. പിന്നെ അതുപോലെ തന്നെ പിന്നീടുള്ളത് നമ്മൾ അന്ന് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ വളരെ ലഘുവായി നല്ല ഭാഷയിൽ വിവരിച്ച് എഴുതുക എന്നുള്ളതാണ്. അതാണ് അതിൽ മാറ്ററായി വരേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ദിനാങ്ക് എന്നുള്ളത് ദിനാങ്ക് അല്ലെങ്കിൽ താരീഖ് എന്ന് മുകളിൽ എഴുതിയാൽ മതി. എന്നിട്ട് മാറ്ററിലേക്ക് കടക്കുകയാണ്. ആജ് കാ ദിൻ മയം കൈസേ ഭൂലൂ. ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും. മേരെ മൻ കി ബാത്തേയും മയം കിസ്സേ കഹൂം. എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ ആരോട് പറയും. ഡയറി മേ ലിഖൂ. ഞാൻ അത് ഡയറിയിൽ എഴുതുകയാണ്. ആജ് കക്ഷാമേ ഗണിത് മാത് സാബ് കാപ്പി ജാഞ്ചിനെ ലഗേ. ഇന്ന് ക്ലാസ്സിൽ ഗണിതാധ്യാപകൻ നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഗൃഹപാഠം പരിശോധിക്കാൻ തുടങ്ങി. കാപ്പി ജാഞ്ചിത്തെ സമയം അത് പരിശോധിക്കുന്ന സമയത്ത് മാത് ജി കി നസർ, മാസ്റ്ററുടെ ദൃഷ്ടി മുച്ചുപടി എന്നിൽ പതിഞ്ഞു. മൈനേത്തോ കാപ്പി ലിഖി, എന്നാൽ ഞാൻ ഗൃഹപാഠം നന്നായി എഴുതിയിട്ടുണ്ടായിരുന്നു. ബിനാ കുച്ച് കഹേ, ഒന്നും പറയാതെ തന്നെ മാത് സാബ് മേരെ ബാൽ പകടുക്ക് പേങ്ക, എൻ്റെ മുടി പിടിച്ച് വലിച്ചു. ലേക്കിൻ മേരെ ഗൃഹപാഠ മേ കൊയ് ഗൽത്തി നഹീ ഥി, എന്നാൽ എൻ്റെ ഗൃഹപാഠത്തിൽ യാതൊരു തെറ്റും ഉണ്ടായിരുന്നില്ല. മേരെ ഭയഭീതി ചേഹ്രേക്കോ ദേക്ക്, എൻ്റെ ഭയം നിറഞ്ഞ മുഖം കണ്ടപ്പോൾ സാഹിൽ ബുരി തരഹ് ഡർ ഗയാ ഥാ, സാഹിലിന് വളരെ പേടിയുണ്ടായി. മുച്ചേ ऐसा ലഗാ കി, എനിക്കും ഇതുപോലെ തോന്നി. മൈ അഭി ഗിർ ജാഊംഗി, ഞാൻ വീണു പോകുമോ എന്നെനിക്കും തോന്നി. കുച്ച് സമയക്കെ ബാദ്, കുറച്ച് സമയത്തിന് ശേഷം മാത് സാബിനെ കാപ്പി മേരെ ബൈഠ്നെ കെ സ്ഥാൻ പർ ഫേങ്ക് കർ, ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എറിഞ്ഞിട്ട് അപ്നി ജഗഹ് പർ ബൈഠ്നെ കോ കഹ, ചെന്നിരിക്കാൻ പറഞ്ഞു. ഈസാ അനുഭവ് ജീവൻ മേം കാപ്പി നഹി ഹുവ, എനിക്ക് ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഡയറി നമ്മൾ എഴുതുന്നത് ദിവസത്തിൻ്റെ അവസാനമാണ്. അതുകൊണ്ട് മിക്കവാറും അത് പാസ്റ്റ് ടെൻസിലായിരിക്കും എഴുതുന്നത്. ബാക്കി പഠിക്കാനുള്ള ഭാഗവും മുൻ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും വ്യാകരണ ഭാഗവും ഉൾപ്പെടുത്തി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.